കെ.ആർ. അജയൻ ദേശാഭിമാനി ന്യൂസ് എഡിറ്റർ സ്ഥാനം രാജിവെച്ചു. ദേശാഭിമാനിയുടെ വാരാന്ത പതിപ്പിൽ കള്ളൻ വിജയൻ എന്ന ലേഖനത്തിന്റെ പ്രസിദ്ധീകരണത്തെ തുടർന്നുണ്ടായ വിവാദത്തെ തുടർന്നാണ് രാജി. വാരാന്ത പതിപ്പിന്റെ ചുമതലയിൽ നിന്നും നേരത്തെ അജയനെ മാറ്റിയിരുന്നു. അപർണ കേസുണ്ട് വിവരങ്ങളുമായി. അപർണ, എന്തായാലും കെ.ആർ. അജയൻ ഇപ്പോൾ ദേശാഭിമാനിയുടെ ന്യൂസ് എഡിറ്റർ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. കള്ളൻ വിജയനുമായി ബന്ധപ്പെട്ട ലേഖനത്തെ തുടർന്ന് നേരത്തെ തന്നെ ചുമതലയിൽ നിന്ന് അടക്കം മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് രാജി വരുന്നത്. എങ്ങനെയാണ് മറ്റ് വിവരങ്ങൾ? കാർത്തു, കള്ളൻ വിജയൻ ലേഖനവും വിവാദത്തിൽ ദേശാഭിമാനി വാരാന്ത്യ പതിപ്പ് മുൻ എഡിറ്റർ കെ.ആർ. അജയൻ രാജിവെച്ചിരിക്കുകയായിരുന്നു. നേരത്തെ വാരാന്ത്യ പതിപ്പിന്റെ ചുമതലയിൽ നിന്ന് ഇദ്ദേഹത്തെ മാറ്റിയിരുന്നു. ഒന്നെങ്കിൽ രാജി അല്ലെങ്കിൽ നീണ്ട അവധിയിൽ പ്രവേശിക്കണം എന്നായിരുന്നു ഇത്തരത്തിൽ റെസിഡന്റ് എഡിറ്റർ അടക്കം ആവശ്യപ്പെട്ടിരുന്നത്. ഈ കള്ളൻ വിജയൻ ലേഖനവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ അജയനോട് വിശദീകരണം അടക്കം തേടിയിരുന്നു. ഈ കള്ളൻ വിജയൻ എന്ന തലക്കെട്ടോടുകൂടി ഈ ലേഖനം പ്രസിദ്ധീകരിക്കാൻ സാധിക്കില്ല എന്നായിരുന്നു ദേശാഭിമാനിയുടെ വാദം. എന്നാൽ ആ ലേഖനത്തിലെ കഥയുമായി അല്ലെങ്കിൽ ആ ലേഖനത്തിലെ വിഷയവുമായും ഈ തലക്കെട്ടുമായി ബന്ധപ്പെട്ട് പാർട്ടി വിരുദ്ധമായി ഒന്നും തന്നെ ഇല്ല എന്നൊരു വിശദീകരണമാണ് അജയൻ നൽകിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ വാരാന്ത്യ പതിപ്പ് എഡിറ്റർ സ്ഥാനത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു മാറ്റം നിർത്തപ്പെട്ടിരുന്നത്. ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. അതായത് ഈ കള്ളൻ വിജയൻ എന്നത് നാടകപ്രവർത്തകനായ ഒരു വ്യക്തിയുടെ കഥയായിരുന്നു. ഈ കഥയിലെ തലക്കെട്ടാണ് പാർട്ടി അല്ലെങ്കിൽ ദേശാഭിമാനി ഈ ലേഖനം പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തിയിരുന്നത്. അതായത് ഈ കള്ളൻ വിജയൻ എന്ന ലേഖനത്തിൻ്റെ തലക്കെട്ടോടുകൂടി ഇത് പ്രസിദ്ധീകരിക്കാൻ സാധിക്കില്ല എന്നൊരു വാദമാണ് ദേശാഭിമാനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. പിന്നീട് ഇതേ ലേഖനം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യം. എഴുത്തുകാരൻ തന്നെ ഇതേ തലക്കെട്ടോടുകൂടി ഈ ലേഖനം പങ്കുവച്ചിരുന്നു. ഇതടക്കം വളരെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതേസമയം ഈ ലേഖനം മാധ്യമങ്ങൾക്ക് ഈ വാർത്ത ചോർത്തിക്കൊടുത്തു എന്നതടക്കമുള്ള ഒരു ആരോപണങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ അജയനെതിരെ ഉയർന്നു വന്നിരുന്നു. ഈ സാഹചര്യങ്ങളിലൊക്കെ തന്നെ മാറ്റി നിർത്തപ്പെടുകയും ഈ എഡിറ്റർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെടുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഈ അവസരത്തിലാണ് ഇപ്പോൾ അജയൻ്റെ ഭാഗത്തുനിന്ന് രാജി ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. കാർത്തു, ശരി. ദേശാഭിമാനി ന്യൂസ് എഡിറ്റർ സ്ഥാനം രാജിവെച്ചിരിക്കുന്നത് അപർണ കേസാണ് വിവരങ്ങൾ നൽകിയത്.